ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയും കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തനിക്ക് അനുകൂലമായ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിനായിട്ടും തൻ്റെ ബിസിനസ് മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ തൻ്റെ മകളുടെ കരം പൂർണ്ണമായിട്ട് പൊക്കുവാൻ കഴിയുന്നില്ല, അതിനകത്തുനിന്ന് പൂർണ്ണമായൊരു സൗഖ്യം തനിക്ക് ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മകൻ്റെ വിവാഹം നടക്കേണ്ടതിനായിട്ടും തക്കതായൊരു തുണ ലഭിക്കേണ്ടതിനായിട്ടും പ്രിയസസിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനുമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേർ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഈ മകൾ മുഖാന്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് എൻ്റെ കൂടെ ഒന്ന് കണ്ണുകളെ നടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം കാണുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമേ. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രിയ സിസ്റ്ററിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തനിക്ക് അനുകൂലമായിട്ട് ആ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിനായിട്ടും തൻ്റെ ബിസിനസ് അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോകേണ്ടതിനായിട്ട് ആ തടസ്സങ്ങൾ മാറേണ്ടതിനായി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ അനുകൂലമായി വെളിപ്പെടേണ്ടതിന് ഞാൻ വിശ്വസിക്കുന്നു. അധികാരികളുടെ ഹൃദയത്തെ തനിക്ക് അനുകൂലമാക്കുന്നതിനായി ദൈവം ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞതിനായി സ്തോത്രം. കർത്താവേ, ഇതൊരു വലിയ സാക്ഷ്യമാക്കി തീർക്കുന്നതിനായി നന്ദി. അതേപോലെ തന്നെ തൻ്റെ ഹല്ലേലൂയ മകളുടെ കരം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യം വെളിപ്പെട്ട് കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യാൻ സൗഖ്യം നടക്കുന്നില്ലപ്പാ. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. അതേപോലെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ തടസ്സം നീങ്ങുകയും തക്കതായ ഒരു തുണ, തക്കതായ ഒരു പങ്കാളി ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. തമ്പുരാനെ അങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി നന്ദി, അങ്ങ് ചലിച്ചു കഴിഞ്ഞതിനായി നന്ദി. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സിസ്റ്ററിനെ ഏൽപ്പിക്കുന്നപ്പാ, ഇപ്പോൾ മുതൽ ഒരു വലിയ പ്രൊട്ടക്ഷനും വലിയ സന്തോഷവും സമാധാനവും വെളിപ്പെടുത്തുന്നല്ലോപ്പാ. ഈ സഹോദരി ദൈവസന്നിധിയിൽ വെച്ച പ്രാർത്ഥനാ വിഷയത്തിൽ എൻ്റെ ദൈവം ചലിച്ചു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി ഇന്ന് പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. ഇത് നിങ്ങളോടുള്ള സന്ദേശമാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിന് വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരാൻ കഴിയും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും രൂപാന്തരവും മാറ്റവും കൊടുക്കുന്ന തമ്പുരാൻ്റെ തിരുവചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയാണ്, അവൻ്റെ മുഖത്തേക്ക് നോക്കി വരും മുഖം പ്രകാശിതരായി. 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, യഹോവയെ കാത്തിരുന്നവൻ ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. റോമാലേഖനം 10-ാം അധ്യായത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. എങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, നീ ലജ്ജിക്കുന്ന സമയമല്ലിതാ. ദൈവം നമ്മുടെ ലജ്ജകളെ മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് അടഞ്ഞ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. ആ നിലയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരോടും അറിയാം, ചാനൽ മാറ്റാതെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ കരം. ഹല്ലേലൂയ. ഒന്നുകൂടെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറഞ്ഞാൽ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കരുതലെന്ന് കാണുവാനായി, നീ മുമ്പോട്ട് വയ്ക്കുന്ന എല്ലാ സ്റ്റെപ്പുകളുടെ മേളിലും ദൈവം കൂടെ ഉണ്ടെന്ന് പറയുവാനായിട്ട്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടെ, കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ചില ചലനങ്ങൾ, അല്ലെങ്കിൽ ചില അടയാളങ്ങൾ, സൈനുകൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെടേണ്ടതിനായിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം പ്രിയരെ, തൻ്റെ ഭക്തന്മാരെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിനായിട്ട് ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബലം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും, എന്തെല്ലാം പ്രതികൂലവും എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി നിങ്ങളോട് ഇടപെട്ടു. നിങ്ങളതിനെ ജയിക്കുമെന്ന് ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു സൈൻ വെളിപ്പെട്ടാൽ
ഇനി എന്തെല്ലാം നിലകളിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ അകത്തൊരു ധൈര്യമുണ്ട്. ഞാനിതിനെ ജയിച്ചിരിക്കും, എൻ്റെ ദൈവം ഹല്ലേലൂയ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. ആ നിലകളിൽ വെളിപ്പെടുന്ന ചില സൈനുകൾ ഈ മീറ്റിംഗ് ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടായിരിക്കാം. ഇന്നത്തെ ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തോട് സംസാരിച്ച ഒരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഹല്ലേലൂയ ഈ ഇന്നത്തെ ചിന്തയായി വെക്കുന്നത്. കാലപ്പഴക്കം എൻ്റെ ദൈവത്തിന് വിഷയമല്ല. എന്നെ ശ്രദ്ധിക്കുന്നവരെ, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റമില്ലെന്ന് പറയുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. ആ വിഷയത്തിനകത്ത്, ആ കുടുംബ വിഷയത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിനകത്ത്, രോഗത്തിനകത്ത് ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെടുന്ന ചിലവരോട് കർത്താവ് ഇന്ന് ആരംഭത്തിൽ തന്നെ നേരിട്ട് ഇടപെടുകയാണ്. എൻ്റെ ദൈവത്തിന് കാലപ്പഴക്കം വിഷയമല്ല. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, വാ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ, ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെങ്കിൽ, അടുത്ത മണിക്കൂറുകളിൽ ചിലത് മാറുന്നത് നിനക്ക് കാണാൻ പറ്റും. അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ആധാരമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഹല്ലേലൂയ എന്നോട് ഇടപെട്ട ആ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ബൈബിൾ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 തുടങ്ങിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അവിടെ 12 വർഷമായ ഒരു രക്തസ്രാവ സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ലോകം മുഴുവൻ അവസാനിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്നുള്ളത് നമുക്ക് കാണാം. ആ കേട്ട മാത്രയിൽ അവൾ പറയാൻ തുടങ്ങി, തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. ആ പറഞ്ഞത് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. ഈ മെസ്സേജ് ഞാൻ 100 കണക്കിന് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഉപവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ ദൈവം ശക്തമായി എന്നോട് ഇടപെട്ടു. ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാണ് ദൈവം ചലിച്ചതെന്ന് ചോദിച്ചാൽ, എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു, ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവളുടെ അകത്ത് വിശ്വാസം ചലിച്ചു. ഇന്നും നിങ്ങളുടെ അകത്ത് വിശ്വാസം വെളിപ്പെട്ടാൽ, വിശ്വാസം കൂടാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാലും യേശു എന്ന പ്രതീക്ഷ നിൽക്കുന്നവർക്ക് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചെങ്കടലിൽ ഒരു വഴിയില്ലെങ്കിലും നിനക്ക് വേണ്ടി അടുത്ത മണിക്കൂറിൽ ഒരു കിഴക്കൻ കാറ്റ് വീശും. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ കർത്താവ് പ്രതീക്ഷകൾ അവസാനിച്ചെടുത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെ ഞാൻ ഈ വേദഭാഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം 3 മേഖലകളിൽ എന്നോട് കാലപ്പഴക്കത്തെക്കുറിച്ച് സംസാരിച്ചു. ആ ഭാഗമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 2 വാക്യങ്ങളിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. 26-27 വാക്യങ്ങൾ. പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും 27 ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. പ്രിയരെ, വായിച്ചു കേട്ട ഈ 2 വാക്യങ്ങൾ നിങ്ങൾ ആഴമായി സ്വീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമെങ്കിൽ ഇതിനകത്ത് 3 ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ദൈവം സംസാരിക്കും. ഞാൻ ഈ ഭാഗം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് ദൈവം എന്നോട് സംസാരിച്ചത്, പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചവളാണ്. ഓരോ പ്രാവശ്യവും പുതിയ ഡോക്ടർമാരുടെ അടുക്കലേക്ക് അവൾ ചെല്ലുമ്പോൾ ആദ്യത്തെ ചില അപ്പോയിൻമെൻറ്റുകളിൽ ഡോക്ടർമാർ പറയും വിടുതൽ നടക്കും, കാര്യങ്ങൾ ശരിയാകും, ഇത് മുമ്പലത്തെ പോലെയല്ല. ഹല്ലേലൂയ. അങ്ങനെ പല വൈദ്യന്മാരിലും പ്രതീക്ഷകൾ അവൾക്ക് വെളിപ്പെട്ടെങ്കിലും പക്ഷേ ഓരോ സമയം കഴിയുമ്പോഴും അവൾ ഏറിയൊന്ന് സഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലരോട് ചോദിച്ചാൽ അവർ പറയും, ആ രോഗത്തിൽ, ആ കുടുംബ വിഷയത്തിനകത്ത്, ആ ഘടഭാരത്തിനകത്ത് ഇനി സഹിക്കാനൊന്നും ബാക്കിയില്ല പാസ്റ്ററെ. എന്നെ ശ്രദ്ധിക്കുന്നവർ ചിലർ പറയുന്ന പദമാണ്, ഇനി കരയാൻ കണ്ണുനീരില്ല. അതേപോലെ തകർക്കപ്പെട്ടയാളാണ് ഞാൻ. ഹല്ലേലൂയ. ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഏറിയൊന്ന് സഹിച്ചു എന്ന് പറയുന്ന ചിലവര് ഈ വചന സന്ദേശത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ മാസങ്ങളായിട്ട് ഹല്ലേലൂയ പല വൈദ്യന്മാര് അറിയാം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലതും ചെയ്ത് സഹനം ഭയങ്കര വലുതായി, കണ്ണുനീരും കഷ്ടപ്പാടുകളും വളരെ വലുതായി, പക്ഷെ ഒരു റിസൾട്ട് ഇല്ല. ഇന്നത്തെ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ബലപ്പെടുക. എൻ്റെ ദൈവം നിന്നെ സ്പർശിക്കുവാൻ പോകുന്നു. കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കത്തി വയ്ക്കാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒറ്റ സ്പർശനത്തിൽ ഹല്ലേലൂയ
തീരുമെന്ന് പറഞ്ഞ ക്യാൻസറുകളെ സൗഖ്യമാക്കുന്ന, ജീവിതത്തിൽ ഇനി എഴുന്നേൽക്കത്തില്ല, പാരലൈസായി പോയെന്ന് പറയുന്നതിനെ കട്ടിലിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരം ഇതാ കാലപ്പഴക്കത്തിൻ്റെ മേളിൽ ഒരു സ്പർശനമായി, ഒരു വാക്കായി നിൻ്റെ മേളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ബൈബിൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ബെഥെസ്ദ കുളക്കടവിൽ കിടക്കുന്ന ആ മനുഷ്യൻ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചവനാണ്. അവനോട് തന്നെ പറയുന്നു, ഇനി സഹായിക്കാൻ ആരുമില്ല. എന്നാലും അവന്റെ വിശ്വാസത്തിൽ ദൂതന് മുകളിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ അവൻ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ അവൻ പ്രതീക്ഷ വിടാതെ ആ കുളക്കടവിൽ കിടക്കുക. അവനോട് മാത്രം ഇടപെടുവാൻ എൻ്റെ കർത്താവ് ആ കുളക്കടവിൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഒരസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ കരം ചലിക്കും, ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകും. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ നിലയ്ക്ക് തന്നെ ഹല്ലേലൂയ ചിലവരെ അന്ന് തൊടാൻ പോകുന്നതിനായി നമ്മുടെ വചന സന്ദേശത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരികയാണ്. ഇതാ ഏറിയോന്ന് സഹിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അവർ സൗഖ്യമാകുന്നതിന്റെ ആഴം, പേര് വെളിപ്പെട്ടിട്ടില്ലെങ്കിലും ഇന്നും അനേകർ പ്രസംഗിക്കുന്നതിന്റെ ആഴം, 12 വർഷത്തെ നീണ്ട സഹനം. ഹല്ലേലൂയ. അവസാനം എല്ലാ പ്രതീക്ഷകളും തീർന്നു പോകുന്നത്. ഹല്ലേലൂയ. എല്ലാം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നോക്കിയേ, ഏറിയൊന്ന് സഹിച്ചു. ഒന്നാമത്തെ ചിന്ത ഏറിയൊന്ന് സഹിച്ചു. രണ്ടാമത്തെ ചിന്ത അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു. ഒരു രോഗം ബാധിച്ച് ഓരോ ഡോക്ടർമാരും ഓരോ ആശുപത്രികളും കയറിയിറങ്ങി എല്ലാം ചെലവഴിക്കുന്നതല്ലാതെ ഒരു വിടുതലുമില്ല. എനിക്ക് നിങ്ങൾക്കും അറിയാം, ഒരു ചെറിയ രോഗത്തിന് വേണ്ടി ഒരു ആശുപത്രിയിൽ ഈ സമയങ്ങളിൽ ചെന്നാൽ എനിക്ക് നിങ്ങൾക്കും അറിയാം, പലവിധ ടെസ്റ്റുകൾ എഴുതി ഒരു ചെറിയ രോഗത്തെ വലിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, വലിയ ഭീമമായ ഒരു സംഖ്യയിലേക്ക് വന്ന് അവസാനം ഇല്ലാത്ത ടെൻഷനും ഇല്ലാത്ത രോഗങ്ങളും പുതിയതായി സൃഷ്ടിക്കുന്ന നിലയിലേക്ക് വരുന്ന കാലഘട്ടമാണ്. ഇതേപോലെ അവൾ തനിക്കുള്ളതെല്ലാം ചെലവഴിച്ചു, പക്ഷെ റിസൾട്ട് ഒന്നുമില്ല. ഇന്നത്തെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ എവിടെല്ലാം പോയിട്ടും ഇന്നും നിങ്ങൾക്ക് വിടുതലില്ല എന്ന് പറയുന്നത് നിങ്ങൾ ആ പാതപിടത്തിൽ ആശ്രയിക്കണം. യായിറോസിന്റെ വിഷയം നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അത്യാസനത്തിലിരിക്കുന്ന ആ മകൾക്ക് വേണ്ടി യേശു കൂടെ ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ആള് വന്ന് പറഞ്ഞു, മരിച്ചുപോയി, തീർന്നു. എന്നാലും യേശുവിനെ കൈവിടാതെ ഇതാ യായിറോസ് ആ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കാൻ വേണ്ടി തീർന്നെന്നും അവസാനിച്ചെന്നൊക്കെ പറയുന്ന വിഷയത്തിനകത്ത് അറിയാം, ഒരു ദൈവപ്രവൃത്തി ഈ മണിക്കൂറുകളിൽ കാണാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തനിക്കുള്ളതെല്ലാം ഇവൾ ചെലവഴിച്ചു, പക്ഷെ ഇവൾക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ വന്നില്ല. ഇതേപോലെ ചിലവരെന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ആ ട്രീറ്റ്മെന്റിൽ ഉള്ളതെല്ലാം വിറ്റു, ഒരു മറുപടിയില്ല. ആ ബിസിനസ്സിൽ ഇപ്പോൾ കടബാധ്യതയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ തലമുറയുടെ വിഷയത്തിനകത്ത് ഇനി പൈസ ചെലവഴിക്കാനില്ലാതെ ഇങ്ങനൊക്കെ ഭാരപ്പെടുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നത്തെ ഈ മെസ്സേജിനകത്ത് നിങ്ങൾ അതേപോലെ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരു വഴിത്തിരിവിന്റെ സമയമാണ്, ഇതൊരു അത്ഭുതത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക ചിന്തകൾ നാം കേൾക്കുമ്പോൾ നമുക്കതിനകത്ത് വെളിപ്പെടുന്ന റെവലേഷനുകൾ, ദൈവപ്രവർത്തികളുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഈ സമയത്ത് 1 ഏറിയൊന്ന് സഹിച്ച, 2 സകലതും ചെലവഴിച്ചത്. മൂന്നാമത്തെ ചിന്ത 27ാമത്തെ വാക്യമാണ്. നമുക്കതിനകത്തോട്ടൊന്ന് വരാം. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. മൂന്നാമത്തെ ചിന്ത ഏറ്റവും പരവശയായി തീർന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു, ഇനിയൊരു മാർഗമില്ല എന്ന് പറഞ്ഞു അവളിതാ യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്. ഇന്നും ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷകൾ അവസാനിച്ചവരാണ്. ഇനി ആ വിവാഹം നടക്കത്തില്ല. 40 വയസ്സായി, 36 വയസ്സായി, 45 വയസ്സായി, ഇനി വിവാഹം നടക്കത്തില്ല. കല്യാണം കഴിഞ്ഞ് 15 വർഷമായി, 10 വർഷമായി, ഇനി തലമുറ ലഭിക്കുന്നില്ല. ചെയ്യാവുന്ന ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്യും, ഇനിയൊരു മറുപടി. പ്രതീക്ഷ അവസാനിച്ചു, പരവശയായി, കളിയാക്കലിന്റെ നിന്ദയുടെ അനുഭവത്തിൽ ഇനി മറുപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സന്ദേശം. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്. ഇന്നലെ വരെയും കേട്ടതുകൊണ്ടല്ല, ഇന്നലെ വരെയും കേട്ട സാക്ഷ്യങ്ങൾ പോലല്ല, എല്ലാം തീർന്നെന്ന് പറയുന്നിടത്താണ് പച്ചവെള്ളം കൊണ്ട് വീഞ്ഞിനെ ഉളവാക്കിയത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ശൂന്യതകൾ മാത്രം കണ്ട പത്രോസിന്റെ പടകിനെ നിറച്ചത്. ഹല്ലേലൂയ. 4ാമത്തെ ദിവസം ലാസർ മരിച്ചെടുത്ത് തിരിച്ചു വിളിച്ചൊക്കെ വന്നവൻ
ഇതാ പത്മോസിൽ ഇനി ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ചിന്തയിൽ അവനെ ഇനി അവിടുന്ന് കരകയറ്റാൻ ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി വന്ന് കർത്താവ് സ്വർഗം തുറന്ന് അത്ഭുതങ്ങളെ കാണിച്ചവൻ. ഞാൻ വിശ്വസിക്കുന്നു ഹെരോദാവിന്റെ കാരാഗ്രഹത്തിൽ ഇനി ആരും പത്രോസിന് വിടുവിക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനയുടെ നടുവിൽ, സഭയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ദൂതൻ ഇറങ്ങിയതുപോലെ ചെങ്കടലിന് മുമ്പിൽ വഴിയില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ മക്കൾക്ക് വലിയ വഴിയെ തുറന്നവൻ, സിംഹക്കൂട്ടിൽ ആരും രക്ഷിക്കാനില്ലെന്ന് പറഞ്ഞ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന വലിയ ദൈവത്തിന്റെ കരം ഇന്ന് പകലും വെളിപ്പെടുകയാട്ടോ. ചിലവർക്ക് വേണ്ടി ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പ്രത്യേകമായി സ്വീകരിക്കുക. യേശു എന്ന നാമത്തിന് അധികാരമുണ്ട്. സകല നാമത്തിന് മുകളിൽ നിൽക്കുന്ന നാമമാണ്. നീ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു അധികാരം ഇപ്പോൾ നിന്റെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. എക്സൂസിയ, സുപ്രീം അതോറിറ്റി. അറിയുക, യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങാത്ത രോഗങ്ങളില്ല, യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങാത്ത പ്രശ്നങ്ങളില്ല. എങ്കിൽ ഇപ്പോൾ നീ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമം എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ്. ചിലതിനെ നന്മയിലേക്ക് തിരിക്കുവാൻ, ചില അവകാശങ്ങളിലേക്ക് വരുവാൻ, നിന്റെ വീട് മുഴുവൻ സ്വസ്ഥതയിലേക്ക് വരുവാൻ, ദൈവം പ്രവർത്തിച്ചു എന്ന് പറയുവാൻ, ആ നിലയിൽ ഒരു അത്ഭുതം സ്വീകരിക്കണം. ഹല്ലേലൂയ. 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഹല്ലേലൂയ. ആ ചിന്തകൾ ഒന്നുകൂടെ പറയാണ്. ഏറിയൊന്ന് സഹിച്ചവൾ, തനിക്കുള്ളത് മുഴുവൻ ചെലവഴിച്ചവൾ, ഏറ്റവും പരവശയായി തീർന്നവൾ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഇതിനകത്തുനിന്ന് യേശു സ്വതന്ത്രമാക്കാൻ പറ്റുമെങ്കിൽ, ഇന്ന് നിങ്ങളുടെ വിഷയത്തിനകത്തൊരു അത്ഭുതം, വർഷങ്ങളുടെ കണക്കുകൾ എൻ്റെ കർത്താവ്, കാലപ്പഴക്കങ്ങളെ എൻ്റെ കർത്താവ് തീർക്കാൻ പോവുകയാണ്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ബലപ്പെടേണ്ടതിനായിട്ട് ചില സാക്ഷ്യങ്ങൾ കാണാം. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ 3 മാസം കൊണ്ട് ബ്ലീഡിങ് ആയി ദുഃഖമായിട്ട് ഇന്ന സമയത്ത് നിൽക്കാതെ വന്ന് ഭയങ്കരമായിട്ട്. അപ്പോഴും ഞാൻ ദേവദാസനെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ ട്രിപ്പെല്ലാം ഇട്ട്, അതിലൊന്നും കുറവില്ലായിരുന്നു. അപ്പോൾ ക്യാൻസർ ടെസ്റ്റ് നടന്ന്. അപ്പോൾ അതിലും ഡോക്ടർ പറഞ്ഞു അത് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിൽ നൊട്ടൊരു ചതവുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുക്കുന്നൂറും പൊട്ടി അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം വിടുവിക്കാത്ത ദൈവമല്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ. ക്യാൻസർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, നോർമലാന്ന് പറഞ്ഞു. ഇവിടെ ദേവദാസൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എൻ്റെ ചോദിച്ചു എങ്ങനെ ഇരിക്കും ടെസ്റ്റ് കിട്ടുമോ? ഞാൻ പറഞ്ഞില്ല, കിട്ടിയില്ല, പക്ഷേ എനിക്ക് സൗഖ്യപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ് നന്നായിരിക്കട്ടെ, ആ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. കർത്താവേ, യേശുവെ നന്ദി. അതെനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് ദുബായിൽ വിസയുടെ കാലാവധി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഇവിടെ വന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അതിൽ നിന്നും 2 വർഷത്തേക്ക് പുതുക്കി കൊടുത്തു. പിന്നെ എൻ്റെ മോന് ഗോൾഡ്സിൻ്റെ ഒന്നും +2 കഴിഞ്ഞപ്പം കിട്ടിയില്ല. അപ്പോഴും ഞാൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് വെള്ളിയാഴ്ച പോയി അഡ്മിഷൻ എടുത്തു. അവന് അവിടെ ഇവിടെ കരുനാഗപ്പള്ളി കിട്ടി. യേശുവെ നന്ദി അപ്പാ, നന്ദി. ഒന്ന് കര ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ നന്ദി പറയണം. ഞാൻ കോവിഡിൻ്റെ സമയത്ത് എനിക്ക് ജോലി പോയി, ഞാൻ ഭയങ്കര ഭാരത്തിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരു ഡീറ്റെയിലും അറിയില്ല. പാസ്റ്റർ മലയാളം പറയണമെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് പ്രെയർ ലൈനിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സൂമിൽ കയറിയാലോ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സൂമുമില്ല, ഞാൻ ആകെ ഭാരപ്പെട്ടു. ആ സമയത്താണ് എനിക്കിങ്ങനെ, പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട് സൂമിൽ ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മ പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടറിനെ വീടിൻ്റെ മുറ്റത്തെത്തിച്ച് ആ സാക്ഷ്യം ഞാൻ കേട്ടു, ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ ആ പാസ്റ്റർ സഭയിലാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ദൈവനാമത്തിന് മഹത്വം. ആമേൻ, ആമേൻ, സ്തോത്രം. ഞാൻ ആ പാസ്റ്ററെ കണ്ടപ്പോൾ, ഞാൻ ഒരുപാട് ദേവദാസന്മാരെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. പക്ഷേ പാസ്റ്ററെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെന്തോ പറഞ്ഞു, ഈ ദേവദാസൻ്റെ സഭയിൽ ചെന്നാൽ ഞാൻ വിടുവിക്കപ്പെടും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന്. ഞാൻ സ്നാനപ്പെടാനും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ 5-8 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട്. പക്ഷേ ഞാൻ സ്നാനപ്പെടാൻ ഒരു നല്ല അഭിഷക്തൻ്റെ അടുത്ത് സ്നാനപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പാസ്റ്റർ പിന്നെ ഞാൻ കൊല്ലത്ത്, എനിക്ക് സിംഗപ്പൂരാന്ന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊല്ലത്ത് വന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ പാസ്റ്റർ തൃശ്ശൂർ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ സഭയിലേക്ക് വന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റ് എന്നെ തന്നെയാണ് പാസ്റ്റർ വിളിച്ച് പറഞ്ഞത്. എന്നോട് പറഞ്ഞ എല്ലാ ദൂതുകളും കറക്റ്റായിരുന്നു.
പാസ്റ്റർ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷേ എല്ലാ കാര്യങ്ങളും കറക്റ്റായിരുന്നു. ഞാനതുപോലെ സ്നാനത്തിൻ്റെ കാര്യവും ഞാൻ പറയാം. ഞാൻ സ്നാനപ്പെടാൻ ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. കുറേ തടസ്സങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. എന്നിട്ട് ഞാൻ സ്നാനത്തിൻ്റെ അന്ന് വന്നപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ജനുവരി 14-ാം തീയതി ആയിരുന്നു സ്നാനം. സ്നാനത്തിന് ഇറങ്ങുമ്പോൾ പാസ്റ്റർ പറഞ്ഞു ആത്മമണ്ഡലം തിരിയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ച പക്ഷേ എൻ്റെ കാലിങ്ങനെ ഭയങ്കര ഷോക്ക് അടിച്ച പോലെ. അപ്പോൾ പാസ്റ്റർ മോളും ഭാര്യയൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞു മോള് 1 വർഷം മുന്നാണ് പതുക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും എൻ്റെ കാലുകൾ പെട്ടെന്ന് നീങ്ങണത് ആ കുട്ടി വരെ ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ട് സ്നാനക്കുളത്തേക്ക് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ കാലൊക്കെ ഭയങ്കര ഇതായി. ഞാൻ 10-62 കിലോ ഞാൻ വെയിറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ പൊന്തി നിൽക്കണ ഒരു അനുഭവമായിരുന്നു. എനിക്ക് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അത്രയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആമേൻ ആമേൻ സ്തോത്രം. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അവരൊന്നും വിശ്വാസത്തിലായിട്ടില്ല. പക്ഷേ എൻ്റെ മോനും അത് ഭയങ്കര വിശ്വാസക്കുറവായിരുന്നു. പക്ഷേ ഇവിടെ ഈ ചർച്ചിൽ ഞാൻ എത്തിയതിന് ശേഷം അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ മോൻ്റെ വണ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ബുള്ളറ്റ്. അത് മുടി വെട്ടാൻ പോയപ്പോൾ പോയതാണ്. ഞാൻ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുള്ള കാരണം അത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ ഹസ്ബൻഡ് വരണ സമയമായപ്പോൾ അത് പറയാതിരിക്കാനുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് വരണത് ഞങ്ങളോട് അറിയിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. കുറേ ഫാമിലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സഭയിലേക്ക് ഞാൻ ഓടി വന്നു. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആ മീറ്റിങ്ങിന് എത്തിയപ്പോൾ നേരം വൈകിട്ട് എത്തിയത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും എന്നെ എത്തിയപ്പോൾ തന്നെ പാസ്റ്റർ ഫ്രണ്ടിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞു നിനക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസം ഹസ്ബൻഡ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ആ ബുള്ളറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്നോട് മുന്നേ പറയായിരുന്നില്ല എന്ന് പറഞ്ഞു, അത് മിസ്സായ കാര്യം. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറി. അപ്പോൾ എൻ്റെ മോൻ അന്ന് തന്നെ ബാംഗ്ലൂർ പോകണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ മാറി നിന്നോ, കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ പറയാതിരുന്നല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സഭയിൽ ചെന്നപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതേപോലത്തെ ഒരു പ്രശ്നമില്ലാതെ കർത്താവ് എന്നെ ആ പ്രശ്നങ്ങൾ തന്നെ മാറ്റി. മോന് വേറൊരു ബുള്ളറ്റും കൂടി ഹസ്ബൻഡ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഞാൻ പിന്നെ കൊല്ലത്ത് ആരാധന ഞാൻ സൂമിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പാസ്റ്റർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുൽപ്പറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ യേശു പെട്ടെന്ന് ഇങ്ങനെ കിടക്കണ പോലെ. ഞാൻ ശരിക്കും ദർശനമൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ പുൽപ്പറ്റി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ എനിക്കിങ്ങനെ തോന്നിയത് എനിക്കറിയില്ല. പിന്നെ വേറൊരു സിസ്റ്റർ സൂമിൽ സാക്ഷ്യം പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കർത്താവായിരുന്നു എന്ന് പറയണത്. എന്നെ ഈ ദൈവസഭയിലേക്ക് എൻ്റെ കർത്താവാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഇവിടെ ഞാൻ വന്നിട്ട് ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ പറയണില്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് എന്നെ സ്പർശിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പാസ്റ്ററോട് വിഷയങ്ങൾ പറയാറില്ല, പക്ഷെ എൻ്റെ കർത്താവിനോട് പറയാറുണ്ട്. അപ്പം തന്നെ എനിക്ക് അതിനുള്ള മറുപടി കിട്ടാറുണ്ട്. ഞാൻ ഈ സഭയിലേക്ക് വരുന്നത് എൻ്റെ കർത്താവിനെ കാണാനും ആ കർത്താവിൻ്റെ സ്പർശം അനുഭവിക്കാനും ആ ദൈവസഭയിലേക്ക് വരുന്നത് എൻ്റെ കർത്താവിനെ കാണാനുമാണ് ഞാൻ വരുന്നത്. ആമേൻ ആമേൻ സ്തോത്രം. പ്രിയരെ, ഈ വചന സന്ദേശവും സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കൊരുമിച്ച് ചേർന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. നമുക്കൊരുമിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്ത ചില നന്മകൾ തുറക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദീർഘനാളുകളായിട്ട് വിടുതലില്ലാതെ ഭാരപ്പെടുന്ന ചിലവരെ എൻ്റെ യേശുവിൻ്റെ കരം സ്പർശിക്കാൻ പോകുന്നതിനായിട്ട് കർത്താവെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ബിനു എന്നൊരു പേര് കാണുന്നു. ആ മകന് വേണ്ടി ഒരു വഴി ദൈവം തുറക്കുന്നവരായിട്ട്, വിവാഹം നടക്കാതെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് ഒരു എഴുന്നേൽപ്പിൻ്റെ ശബ്ദം എനിക്ക് കാണാം. കർത്താവെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ചിലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രോഗക്കിടക്കയിൽ കിടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ സാമ്പത്തികമായി ഇനിയൊരു വഴി തുറക്കത്തില്ല, ആ ബാങ്കിൻ്റെ വിഷയം എല്ലാം നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അറിയ രോഗം ആസ്മ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. വല്ലാത്ത ശ്വാസം മുട്ടൽ ഇപ്പോൾ സൗഖ്യമാകുന്നത് എനിക്ക് കാണാം. അതേപോലെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ ഉദര സംബന്ധമായ ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. കാലിൻ്റെ വലത് ഭാഗം മുഴുവൻ തളർന്നുപോയ ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ ഞാൻ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ
എന്നെ കാണുന്ന ലീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലീല സിസ്റ്റർ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു എഴുന്നേൽപ്പ് സംഭവിക്കുന്നത് എനിക്ക് കാണാം. കർത്താവെ, ഞാൻ അറിയാം, മണി എന്ന് വിളിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ തന്നെ ഏഞ്ചലിക്ക് എൻകൗണ്ടറുകൾ സംഭവിക്കുന്നു. ചിലവർക്ക് സ്പർശനങ്ങൾ നടക്കുകയാണ്. ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ അപ്പ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സിന്ധുവിന് വേണ്ടി ഒരു അസാധാരണ ചലനം സംഭവിക്കുന്നു എനിക്ക് കാണാം. കടബാധ്യതകളിൽ അത്ഭുതകരമായൊരു സഹായം ദൈവം അയക്കുകയാണ്. കർത്താവെ, പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കും. ചിലവരിപ്പോൾ തന്നെ ജോലിയുടെ പുതിയ വാതിലുകൾ, ചില നാളുകളായിട്ട് ഇംഗ്ലീഷ് എക്സാമുകൾ എഴുതിയിട്ട് ഒന്നും നടക്കാത്ത ചിലവർക്ക് വേണ്ടി പുതിയ വഴികൾ ദൈവം തുറക്കുന്നു. പുതിയ ജോലിയുടെ വാതിലുകൾ തുറക്കുന്നു. അപ്പാ, സുബി എന്ന് കാണിക്കുന്ന സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. അപ്പു എന്ന് വീട്ടിൽ വിളിക്കുന്ന ഒരു ബ്രദറിന് വേണ്ടി അത്ഭുതകരമായ ജോലിയുടെ വഴി തുറക്കുകയാണ്. അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ സംഭവിക്കുകയാണ്. കർത്താവെ, ഞാൻ ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ സ്മിത എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സ്മിതയ്ക്ക് വേണ്ടി സങ്കടങ്ങൾ മാറുന്ന രീതിയിൽ, കളിയാക്കലുകൾ മാറുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. കർത്താവെ, ലീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, തോമസ് കുട്ടി എന്ന ഒരു ബ്രദർ എന്നെ കാണുന്നുണ്ട്. ആ ബ്രദറിന് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതമായ വഴി വീട്ടിൽ 2-3 നന്മകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പ്രതീക്ഷകൾ അവസാനിച്ച ചിലരുണ്ടല്ലോ അപ്പ, അവർക്ക് വേണ്ടി ഇന്ന് തന്നെ ഒരത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. പ്രിയരെ, ഈ വചനവും സാക്ഷ്യവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളെ അറിയിക്കണം. 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്കാണ് നേരിട്ട് വിളിക്കേണ്ടത്. ഇതിനകത്ത് കാണുന്ന 9072 എന്ന് കാണുന്ന നമ്പർ വാട്സാപ്പ് നമ്പറാണ്. അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സൂം ID നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കർത്താവിൻ്റെ വലിയ കാര്യം, കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ആരാധന നടക്കുന്നു. നേരിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വരാൻ കഴിയുന്നവർ വരണമെന്ന് ഓർപ്പിക്കുന്നു. മാസത്തിൽ എല്ലാ 3 ദിവസവും, സെക്കൻഡ് സാറ്റർഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസങ്ങളിൽ കൊല്ലത്ത് പ്രത്യേകമായി വലിയ 72 കണ്ടിന്യൂ ആയിട്ടുള്ള പ്രയറുകൾ നടക്കുന്നു. നിങ്ങൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും താമസ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നാൽ നേരിട്ട് ആ പ്രാർത്ഥനകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. വലിയ വിടുതലുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ കൊല്ലത്തെ പ്രയറിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ എപ്പിസോഡിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്നവർ, ഈ മിനിസ്ട്രിക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമേ. കർത്താവ് നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് കൂടുതൽ മാനിക്കട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.